പുഞ്ചിരിവട്ടത്ത് നിന്ന് ഉത്ഭവിച്ച് മുണ്ടക്കൈ വെള്ളിയാർമല പിന്നീട് സൂചിപ്പാറ അവിടെ നിന്ന് അങ്ങോട്ട് ചാലിയാറിലേക്ക് ചേരുന്ന ഒരു ഭൂപ്രകൃതി അല്ലെങ്കിൽ ട്രിബ്യൂട്ടറി റിവറാണ് ഇരുവന്നിപ്പുഴ എന്ന് പറയുന്നത്. ഈ ട്രിബ്യൂട്ടറി റിവർ, അതായത് ചാലിയാറിൻ്റെ ട്രിബ്യൂട്ടറി റിവറാണ്. അത്രത്തോളം ജലപ്രവാഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ 25-30 കിലോമീറ്റർ റിവർ ഡിസ്റ്റൻസിനും മൃതദേഹങ്ങൾ അങ്ങിങ്ങായി അടിഞ്ഞുകൂടുന്നത്. ഇപ്പോൾ ഈ സൂരജ് പറഞ്ഞതനുസരിച്ച് സൂചിപ്പാറ വെള്ളച്ചാട്ടം അവിടുന്ന് താഴോട്ടിറങ്ങുമ്പോഴാണ് അത് ചാലിയാറിൻ്റെ ട്രിബ്യൂട്ടായി മാറുന്നത്. ഈ സൂചിപ്പാറ എന്ന് പറയുന്നതൊക്കെ വനപ്രദേശമാണ്. ഈ പ്രദേശത്തടക്കം ഇന്നൊരു മൃതദേഹം കണ്ടെത്തിയ വാർത്ത നമുക്ക് വന്നതാണ്. ഇവിടെ നിന്ന് ചുമന്നുകൊണ്ടാണ് മൃതദേഹം ആശുപത്രിയിൽ എത്തിച്ചത്. അത്തരത്തിൽ ഈ പോത്തങ്ങളിൽ നിന്ന് പിറകോട്ട് ഈ മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള ഈ ചാലിയാറിൻ്റെ തീരങ്ങളിൽ പരിശോധന നാളെ തുടരുമെന്നാണ് പറയുന്നത്. അങ്ങേറ്റം സങ്കടകരമായ കാര്യമാണെങ്കിലും പ്രിയപ്പെട്ടവരാരൊക്കെയോ അവിടെ ഇവിടങ്ങളിലായി ചാലിയാറിൽ ഇപ്പോൾ മുഴുകി നടക്കുന്നുവെന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിൽ വിങ്ങലുളവാക്കുന്ന വാർത്തകൾ, ചിലരുടെ ശരീരഭാഗങ്ങൾ മാത്രം എങ്ങനെ അത് വാക്കുകൾ പരിമിതപ്പെടുത്തി പറയാനാകുമെന്നറിയില്ല. അത്രത്തോളം വിഷമകരമായ കാഴ്ചകളാണ് ഈ വയനാട്, മുണ്ടക്കൈ ഇത്തരം മേഖലയിൽ തൊട്ട് നിലമ്പൂർ, പോത്തുകൽ വരെ കാണാനാകുന്നത്. നൂറുകണക്കിന് കുടുംബങ്ങളിൽ നിന്നായി 1000-ലധികം പേരാണ് മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിന് പിന്നാലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ നഷ്ടമായവരും വീട് ഒലിച്ചുപോയവരും ഇക്കൂട്ടത്തിലുണ്ട്. പലർക്കും ആ യാഥാർത്ഥ്യം ഇതുവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ചൂരൽമലപ്പുഴ ഗതിമാറി ഒഴുകിയ ഒരൊറ്റ രാത്രി, പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും മേൽ മണ്ണടിഞ്ഞു വീണ ദിനം. ചൂരൽമലയിലും മുണ്ടക്കയിലും നിന്ന് രക്ഷപ്പെട്ടവരിൽ അവശേഷിക്കുന്നത് നഷ്ടപ്പെടലിന്റെ തീരാവേദന. പ്രിയപ്പെട്ടവർ കൺമുന്നിൽ നിന്ന് മലവെള്ളത്തിൽ കുത്തിയൊലിച്ചു പോകുന്നത് കണ്ടവരാണ് ഏറെയും. നിസ്സഹായതയിൽ ഒറ്റപ്പെട്ടുപോയവർ, സ്വന്തക്കാർ എവിടെയെന്ന് പോലും അറിയാതെ മറ്റു ചിലർ. എൻ്റെ ആങ്ങളെ പോയി, എൻ്റെ മോൻ പോയി, ഞങ്ങളെ വീടെല്ലാം പോയി. എൻ്റെ മോന് വന്നതുകൊണ്ട് കഴിച്ചലായി, മോളെ വീടും പോയി, എല്ലാവരും പോയി. രാത്രി 1 മണിക്ക് 1-1:30ക്കാണ് സംഭവിച്ചത്. ഫസ്റ്റത്തെ പൊട്ട് നമ്മളവിടെയാണ്. മോൻ കിടക്കുന്ന റൂമിലാണ് വന്ന് മരം കല്ല് ഇടിച്ചത്. ഒരായുസിന്റെ അധ്വാനത്തിൽ കെട്ടിപ്പടുത്ത വീടുകളാണ് പലതും. വിയർപ്പിന്റെ ഗന്ധം പതിഞ്ഞവ. രൗദ്രഭാവം പൂണ്ടെത്തിയ മലവെള്ളം എല്ലാം തകർത്തെറിഞ്ഞു. 5 സെന്റ് സ്ഥലം ഒരു വീടും ഉള്ളായിരുന്നു. ഒരു സുഖമില്ലാത്ത ഒരാളാണ് മോന്. ഒക്കെ പോയി. ഇനി പോയി കയറി നിൽക്കാനൊരു സ്ഥലമില്ല. ഈ മോനെ ഈ കുട്ടിയൊക്കെ സുഖമില്ലാത്ത കുട്ടി. ചൂരൽമലയിലൂടെ ഇപ്പോൾ ഒഴുകുന്നത് കണ്ണീർ പുഴയാണ്, ഒരിക്കലും പറ്റാത്ത സങ്കടപ്പുഴ. പേര് ചൊല്ലി വിളിക്കാൻ പ്രിയപ്പെട്ടവർ ഇനിയില്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞവർ, ഉറ്റവരും ഉടയവരും തിരികെ എത്തുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ, ഇനി എങ്ങോട്ട് പോകുമെന്നറിയാത്തവർ. മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടൽ ബാക്കിയാക്കുന്നത് ഇവരെയാണ്. മേപ്പാടിയിൽ നിന്ന് മുനീഫ് തിരൂരിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24.